സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് നമ്മൾ കടന്നു പോയതാട്ടെ ഈ വഴി കൂടെ. നമ്മുടെ വെറ്റിലപ്പാറ പ്ലാന്റേഷനിലേക്കുള്ള പാലാണ്. വെറ്റിലപ്പാറ മെയിനായിട്ടുള്ള പാലാട്ടോ. അപ്പോൾ ടൂറിസ്റ്റുകളൊക്കെ ഒരുപാട് വരുന്നൊരു പാലാണ് കാണാതൊക്കെ. അതുപോലെ തന്നെ നമുക്കിവിടുന്ന് പുഴയുടെ ഒരു നല്ലൊരു മനോഹരമായ വ്യൂ ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് നാളുകളായി നമ്മുടെ ചാനലിലൊക്കെ വീഡിയോസ് ഇട്ടിട്ട്, അപ്പോൾ നമ്മളെന്തായാലും നല്ലൊരു വീഡിയോ എടുക്കാനായിട്ട് വന്നത്. അപ്പോൾ നമ്മുടെ വെറ്റിലപ്പാറ പ്ലാന്റേഷനിലേക്കുള്ളൊരു പാലായിട്ട് കാണുന്നത്. നമ്മുടെ വെറ്റിലപ്പാറ പതിമുഖത്തിന് മുന്നുള്ളൊരു മനോഹരമായൊരു പാലം, അതിൻ്റെ മനോഹരമായ വ്യൂ ഒക്കെയാണ് കാണുന്നത്. അപ്പോൾ നമുക്കെന്തായാലും ഇനി ഈ പ്ലാന്റേഷൻ്റെ നല്ല നല്ല കാഴ്ചകൾ കാണാം. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ പോയാൽ നമുക്ക് ആനേനൊക്കെ കാണാൻ പറ്റും. ഈ രാത്രി സമയങ്ങളിലും പകലൊക്കെ ആനകളെ ഒരുപാട് കാണുന്നൊരു പ്ലാന്റേഷനാണ് നമ്മുടെ വെറ്റിലപ്പാറ പ്ലാന്റേഷൻ. അപ്പോൾ നമുക്കെന്തായാലും അതിൻ്റെ ഉള്ളിൽ പോയിട്ടേ ആനേനെ കാണാൻ പറ്റുമെന്നറിയാം. ഈ പാലത്തിൻ്റെ വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു മനോഹരമായ വ്യൂ ആണ്. അതൊക്കെ നല്ല അടിപൊളി വ്യൂ ആണ്. ഈ പാലത്തിൻ്റെ തന്നെ നല്ല നല്ല ഫോട്ടോസ് കിട്ടും ഈ പാലത്തിൽ. ഈ എണ്ണപ്പനത്തോട്ടങ്ങളിലൊക്കെ ആനയുടെ ഉരുട്ടും, എണ്ണപ്പനൊക്കെ കുത്തിമറിച്ചിട്ടാനൊക്കെ. അപ്പോൾ നമുക്കെന്തായാലും ഭാഗ്യമുള്ളവർക്ക് യാത്ര ചെയ്യുന്നത് കാണാനുള്ളൊരു ഭാഗ്യം കിട്ടും. എന്തായാലും നോക്കണ്ടോ. അവിടെ വണ്ടികൾ നിർത്തിയിട്ടുണ്ട് കേട്ടോ. വണ്ടികൾ നിർത്തിയിട്ട് ഇവിടെ ആന നിൽക്കുന്നത് തോന്നുന്നു. ആന നിൽക്കുന്നുണ്ട് കേട്ടോ. ആ മുകളിലായിട്ട് ആന നിൽക്കുന്നുണ്ട്. വണ്ടിക്കാരൊക്കെ തിരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കെന്തായാലും ഭാഗ്യമുണ്ട് വന്നിട്ട്. നമ്മളിപ്പോൾ ആദ്യമായിട്ടാണ് ഇത്ര അടുത്തുനിന്ന് ആനനെ കാണുന്നത് കേട്ടോ. നമ്മൾ ഈ വഴിക്ക് വന്നിട്ടുണ്ടെങ്കിലും ആനകളെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത്ര അടുത്ത റോഡിന് ഇത്ര അരികരായിട്ട് ആനനെ കാണുന്നത് ആദ്യമായിട്ടതേ. ആൾക്കാരൊക്കെ ഇറങ്ങി നിന്ന് വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേ ഒരു പന മറിച്ചിട്ടുണ്ട് റോഡിലേക്ക്. ആ പന തിന്നുകൊണ്ടിരിക്കാൻ തോന്നണം കേട്ടോ. അതെ 3 ആളുണ്ട് കേട്ടോ. 3 കൊമ്പന്മാരാണ്. അതെ ഉണ്ടോ ആ പന മറിച്ച് അതിൻ്റെ പട്ടയൊക്കെ തിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുഴപ്പമില്ല, നമുക്ക് വണ്ടി കൊണ്ട് പോകണവർക്കൊക്കെ ഇതിലൂടെ പോകാം കേട്ടോ. വലിയ ശല്യമില്ലാകാണ്ട് പോയാൽ മതി. നമ്മളിപ്പോൾ ഇവർക്ക് ശല്യമില്ലാണ്ട് ഹോൺ അടിക്കാണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കവിടെ യാത്ര ചെയ്യുമ്പോൾ പോവാം. മറ്റുള്ളവർ വന്ന് അവർക്ക് ശല്യപ്പെടുത്തുമ്പോഴാണ്, അവരെ ഹോൺ അടിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാട്ടി ശല്യപ്പെടുത്തുമ്പോഴാണ് അവർ നമുക്ക് നേരെ വരണത് കേട്ടോ. അത് പറയാണ്ട് വേറെ നമുക്കിപ്പോൾ അകലെ മാറി നിന്ന് കണ്ടെന്ന് വെച്ച് വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. വണ്ടികളൊക്കെ പോകുന്നുണ്ട് കേട്ടോ. വണ്ടികളൊക്കെ അതിൻ്റെ താഴെ കൂടെ പോകുന്നുണ്ട്. വലിയ കുഴപ്പമൊന്നുമില്ല. അവർ വലിയ കലാപകാരികളെല്ലാം തോന്നുന്നു. കാരണം വെച്ചാൽ കേട്ടോ അവിടെ അടങ്ങി നിന്ന് അവരവരുടെ പണി ചെയ്യണ്. നമ്മൾ നമ്മുടേതായിട്ട് ഇവിടെ നിന്ന് കാണാം. നമുക്ക് പോകണവർക്കാണ് പോവാം. വേറെ ശല്യമൊന്നും ഉണ്ടാക്കാണ്ടെന്ന് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ലാത്ത യാത്ര ചെയ്ത് പോകാൻ സ്ഥലം കേട്ടോ. 3 കൊമ്പന്മാർ അവർ പന മറച്ചിട്ട് ഇപ്പോൾ മറച്ചിട്ടിട്ട് തോന്നുന്നു കേട്ടോ. നമ്മൾ ആ അങ്ങോട്ട് പോകുമ്പോൾ ഈ പന ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അടുത്ത് മറച്ചിട്ട സംഭവമാണ്. മറച്ചിട്ട് തിന്നിട്ടിരിക്കണേ. ഒരു വൈകുന്നേരം 5 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്ലാന്റേഷൻ്റെ ഈ ഭാഗത്തൊക്കെ ആനകൾ ഇറങ്ങും. കാരണം പുഴയിലേക്ക് വെള്ളം കുടിക്കാനായിട്ട് ഇറങ്ങി വരും. അപ്പോൾ അത് കാണാനൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ ഈ വഴിക്കൊക്കെ വരാറുണ്ട്. ആ വണ്ടിക്കാർ കണ്ടോ അവിടെ വണ്ടി കൊണ്ട് നിർത്തുന്നത്. ഇങ്ങനെയൊക്കെ നിർത്തി വീഡിയോ എടുക്കുമ്പോഴൊക്കെയാണ് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അത് നേരെ മറിച്ച് നേരെ ഇങ്ങോട്ട് പോകുന്നു. നമുക്ക് കുറച്ച് അകലെ ദൂരെ നിന്ന് നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇത് കണ്ടോ ഇപ്പോൾ അവർ ആ ആനയുടെ തൊട്ടടുത്ത് നിന്ന് വീഡിയോ എടുക്കുമ്പോൾ പ്രശ്നം ഉണ്ടാക്കുമ്പോഴാണ് ആനതെ വരാം വണ്ടിയുടെ അടുത്തേക്ക് ഓടി വരും ഇങ്ങനെ കാണുന്നത്. അത് അവരിപ്പോൾ പോകണില്ല, നമ്മൾ പറഞ്ഞിട്ടും കേൾക്കണില്ല. അവരവിടെ നിന്ന് വീഡിയോ എടുത്തിട്ടിരിക്കണേ. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഇത് നമുക്ക് മറ്റുള്ളവർക്ക് ആരും ബാധിക്കുന്നത്. അല്ലാതെ നമ്മളൊക്കെ വന്ന് കണ്ടോ നമ്മളിപ്പോൾ കുറച്ച് അകലെ നിൽക്കണത്. അവർ വലിയ ഇതിൽ തൊട്ടടുത്ത് നിന്ന് വീഡിയോ എടുക്കുമ്പോഴാണ് ഇങ്ങനെ ആനകൾ ബാക്കിയോട് ഓടിക്കുന്ന വണ്ടികളൊക്കെ കുത്തുന്നതൊക്കെ. അല്ലാതെ മാറി നിന്നൊക്കെ കാണണമെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. അവർ പോകണില്ല. അവരിപ്പോൾ ഒരുപാട് നേരമായി അവിടെ നിൽക്കണം കേട്ടോ. ഇപ്പം ഇങ്ങനെ വയലിൽ വണ്ടി നിർത്തി അവർ ഫോട്ടോ എടുക്കും. മറ്റു വണ്ടിക്കാർ വന്ന് ബ്ലോക്കാവും. അപ്പോൾ അതിന് പ്രശ്നം പോലീസ് ഒരു ഒച്ചപ്പാടും ബഹളമൊക്കെ ആവും. അപ്പോൾ അതിന് നല്ലത് നിങ്ങളിങ്ങനെ വരുന്നവർ ആനനെ കാണണമെങ്കിൽ ഒന്ന് മാറി പോവുക, വണ്ടിയൊക്കെ ഒതുക്കി നിർത്തുക. എന്നിട്ട് കാണണമെങ്കിൽ ദൂരമൊക്കെ വണ്ടി നിർത്തിയിട്ട് വന്ന് കാണണമെങ്കിൽ കുഴപ്പമില്ല. ഇത് വണ്ടി ആനയുടെ തൊട്ടടുത്ത് കൊണ്ട് നിർത്തുമ്പോഴേക്കാണ് ആന വണ്ടി ഓടിക്കുന്നതും ആക്രമിക്കാനൊക്കെ വരുന്നത്. അതേ 2-3 ആനകളുണ്ട് കേട്ടോ. അവർ നേരെ തിന്നുകൊണ്ടിരിക്കണേ.
ഈ വെറ്റിലപ്പാറ പ്ലാന്റേഷനിൽ ഒരുപാട് കൊമ്പന്മാരുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മഞ്ഞക്കൊമ്പൻ എന്നാണ് പറഞ്ഞത് കേട്ടോ. ഇവിടെ ഇപ്പോൾ ഒരുപാട് കൊമ്പന്മാർക്ക് ഒരുപാട് പേരുകളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് മഞ്ഞ കൊമ്പണി ആനയുടെ, അപ്പോൾ ഇത് മഞ്ഞക്കൊമ്പൻ എന്നാണ് ഒരു ഇവിടെ പറഞ്ഞു കേട്ടത്. അപ്പോൾ നമുക്ക് അധികം ഒന്നും അറിയില്ല ആനകളെ കുറിച്ച്. ഇപ്പോൾ കാരണം നമ്മൾ ഈ വഴിക്ക് വരൽ കുറവാണ്. ജസ്റ്റ് ഇടയ്ക്ക് വരുമ്പോൾ ആനകൾ കാണാറുണ്ടെങ്കിലും ഇങ്ങനെ അടുത്തുനിന്ന് കാണുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ ഇത് ഈ പട്ടത് മഞ്ഞക്കൊമ്പനോട്ട് അതിനുള്ളത്. മഞ്ഞക്കൊമ്പൻ എന്ന് പറഞ്ഞ ആനയാണ്. അപ്പോൾ ഇത് ഇവർ തന്നെ ഇട്ട പേരാണ്. ഇവിടുത്തെ നാട്ടുകാരും പിന്നെ ഈ ആന പ്രേമികളുണ്ട് ഒരുപാട്. അപ്പോൾ അവരെ കാട്ടാനകളെ കാണാൻ വരുന്നവരിട്ടൊരു പേരാണ് മഞ്ഞക്കൊമ്പന്. അപ്പോൾ ആ മഞ്ഞക്കൊമ്പനാണ് ആ പട്ട വന്നിട്ടിരിക്കുന്നത്. അപ്പം ഇനി ഇതൊരു 5-6 മണിയോട് കൂടി പുഴയിലിറങ്ങി വെള്ളം കുടിച്ച് കയറി പോകും. രാത്രിക്ക് ആകുമ്പോൾ കയറി പോകുന്നതാണ് പറഞ്ഞു കേട്ടുള്ളത്. ഇപ്പോൾ അതവിടെ തീറ്റ മതിയാക്കി അവർ കയറി പോകാട്ടോ. അവരിത് നടന്നു പോണ്. അപ്പോൾ 2 ആനകൾ ഞങ്ങൾ മുകളിലേക്ക് കയറി പോകുന്നുണ്ട്. അപ്പോൾ മഞ്ഞക്കൊമ്പൻ നേരെ ഈ സൈഡിലേക്ക് പോണേ. വേറെ ഒന്നും മുകളിൽ കയറി പോയിട്ടുണ്ട്. ഈ വണ്ടിക്കാരൊക്കെ ഇതോടെ വരുമ്പോൾ ഹോൺ ഞെക്കി പിടിക്കും. അതാണ് ഏറ്റവും വലിയ പ്രശ്നം തന്നെ. അല്ലാതെ ഹോൺ അടിക്കാണ്ട് പോകണമെങ്കിൽ നമുക്ക് കടന്നു പോകാം. വേറെ ശല്യമൊന്നുമില്ല. അവരെ വഴി നോക്കി പൊക്കോളും. അപ്പോൾ നമ്മുടെ മഞ്ഞക്കൊമ്പനോട്ടത് ആ പന കുത്തിമറിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരണം. അപ്പോൾ ഇവിടെയൊക്കെ തിന്ന് അങ്ങനെ കയറി പോകും. ഒരു 5-6 മണിയോട് കൂടി പുഴയിൽ വെള്ളം കുടിച്ച് കയറി പോകാനായിട്ട് വരുന്ന സമയമാണ് ഇപ്പം. നമ്മൾ നേരത്തെ കണ്ട കൊമ്പൻ തന്നെയാണ് കേട്ടത്. മഞ്ഞക്കൊമ്പൻ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള 2 കൊമ്പന്മാരും കാട്ടിലേക്ക് കയറിപ്പോയി. അപ്പോൾ ഇവർ ഒരാൾ മാത്രം അങ്ങനെ നിന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇത് ഇനി പുഴയിലേക്ക് വെള്ളം കുടിക്കാൻ ഇറങ്ങിപ്പോകും. നമ്മുടെ റോഡ് ക്രോസ് ചെയ്ത് ഇറങ്ങിപ്പോകും എന്തായാലും. അപ്പോൾ അത് ഏകദേശം ഇപ്പോൾ സമയം ഒരു 5-6 മണിയായി. അപ്പോൾ ലൈറ്റൊക്കെ പോയി തുടങ്ങി. ഇനി എങ്ങനെയാണെന്ന് അറിയില്ല. ഇനി വീഡിയോ കിട്ടുമെന്ന് അറിയില്ല. അപ്പോൾ മഞ്ഞക്കൊമ്പൻ പന കുത്തിമറിച്ചിടാൻ നോക്കാം. അപ്പോൾ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ പന കുത്തിമറിക്കണത് കാണാം. നേരത്തെ ഒരു പന കുത്തിമറിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ കണ്ടായിരുന്നില്ല. നമ്മൾ ചെന്നോടേക്ക് വീണായിരുന്നു. ഇതിപ്പോൾ പന കുത്തിമറിക്കാൻ നോക്കണ്ട്. ആളത് മറിച്ചിടില്ല തോന്നട്ടോ. അപ്പോൾ അയാൾ കുത്തിമറിച്ചിട്ട് വേണ്ടെന്ന് വെച്ച് പോകാൻ തോന്നുന്നു. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പനകൾ ഈ പ്ലാന്റേഷൻ ഏരിയയിൽ കുത്തിമറിച്ചിട്ട് അവർ തിന്നും. അപ്പോൾ ചിലതൊക്കെ വഴിയിലേക്ക് വീണ് വഴി ബ്ലോക്കാവും. പിന്നെ ഒരുപാട് നേരം കഴിഞ്ഞിട്ട് ഈ വഴിക്ക് സഞ്ചാരം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഒക്കെ നോക്കി കണ്ടും വരാം. ഫോറസ്റ്റിലൊക്കെ അന്വേഷിക്കുക. ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ അവർ വഴിയൊക്കെ ബ്ലോക്ക് ഉണ്ടെങ്കിൽ പരമാവധി കാറൊക്കെ കൊണ്ടുവരുമ്പോൾ സൂക്ഷിച്ച് വരാം. റോഡിലേക്ക് കാന ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ തിരിച്ചു പോകാനൊക്കെ ഭയങ്കര പാടാണ്. വണ്ടി തിരിച്ചു പോകാനും അതുപോലെ തന്നെ വണ്ടി ഒതുക്കാനൊന്നും പറ്റില്ല. ഒരു സൈഡ് പുഴയും എൻ്റെ സൈഡ് കാടാണ്. അപ്പോൾ കാരണം ഈ വഴിക്ക് വരുമ്പോൾ സൂക്ഷിച്ച് വന്നാൽ നമുക്ക് അപകടങ്ങളില്ലാതെ ആനകളെ കണ്ടു പോകാൻ ഉണ്ടാവേ. വീണ്ടും ആളത് ആ പന കുത്തി മറിക്കാൻ നോക്കട്ടോ അവിടെ ഇട്ട്. അങ്ങനെ തീറ്റൊക്കെ കഴിഞ്ഞത് ആന ഈ റോഡിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പോകേണ്ടത് ആ വഴിക്ക് പോകേണ്ടത്. അപ്പോൾ നമ്മളിവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആന എന്തായാലും റോഡ് ക്രോസ് ചെയ്ത് പുഴയിലേക്ക് ഇറങ്ങിപ്പോകും. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് എന്തായാലും അവിടെ പോവാം. അപ്പോൾ ആന റോഡിലേക്ക് ഇറങ്ങാൻ നോക്കട്ടെ. വണ്ടികളൊക്കെ വരണ്ടെന്ന് നോക്കിയിട്ടാണ് കടന്നു പോണത്.
വലിയ നമുക്കൊരു ഉപദ്രവമൊന്നുമില്ല. നമ്മളും ആൾക്ക് ഉപദ്രവം ഉണ്ടാക്കിയില്ലെങ്കിൽ നമുക്ക് വേറെ പ്രശ്നങ്ങളില്ലാണ്ട് നമുക്ക് നല്ല കണ്ട് ആസ്വദിച്ച് പോകാൻ പറ്റും. ഈ വഴിക്ക് വരുമ്പോൾ നമ്മുടെയായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാണ്ട് ഇരുന്നാൽ മതി. അപ്പോൾ നേരെ ആളിതേ പുഴയിലേക്ക് വെള്ളം കുടിക്കാനായിട്ട് ഇറങ്ങി പോകണം കേട്ടോ. അപ്പോൾ ഇതാണ് മഞ്ഞക്കൊമ്പൻ. അപ്പോൾ ഈ വെറ്റിലപ്പാറ പ്ലാന്റേഷനിലെ മഞ്ഞക്കൊമ്പനാണ് ഈ വെള്ളം കുടിക്കാനായിട്ട് ഇറങ്ങി പോണത്. അപ്പോൾ നേരം ഇരുട്ടായി തുടങ്ങിയത് മഞ്ഞക്കൊമ്പൻ പുഴയിലേക്ക് വെള്ളം കുടിക്കാനും കുളിക്കാനായിട്ട് ഇറങ്ങി പോവാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഇതുപോലെ നല്ല നല്ല വീഡിയോസ് നമ്മുടെ ചാനലിൽ വരും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വരുന്നവരെല്ലാവർക്കും ബൈ.